Last few classes we have already discussed about, that is general heat conduction equation of Cartesian coordinate and plane wall and general heat conduction equation of cylindrical coordinate and general heat conduction equation of spherical coordinate. These are the very basic things in conduction, heat conduction. Okay, that means that is no more difference between the coordinates, like that is a different, that is only the difference, that is the shape of the object. ഓക്കെ, നമ്മൾ സാധാരണ എടുക്കുവാണെങ്കിൽ ഇപ്പോൾ ചിലപ്പോൾ നിങ്ങൾ കേൾക്കുമ്പോൾ ഒക്കെ ഭയങ്കര ഇത് തോന്നും അല്ലെ, സിലിണ്ടറിക്കൽ കോർഡിനേറ്റ് അല്ലെങ്കിൽ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് അല്ലെങ്കിൽ സ്പെറിക്കൽ കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ അത് ആകെ വ്യത്യാസം എന്താ, നമ്മൾ ഹീറ്റ് കണ്ടക്ട് ചെയ്യുന്നതിന്റെ സർഫസ് അല്ലെങ്കിൽ എന്താണോ നമ്മൾ ഹീറ്റ് കണ്ടക്ട് ചെയ്യുന്ന മീഡിയം, ഹീറ്റ് കണ്ടക്ട് ചെയ്യുന്നത് അതിന്റെ സർഫസ് അല്ലെങ്കിൽ ബോഡിയുടെ ഷേപ്പ് എന്നുള്ളത് എന്തായിരിക്കും, അത് ചിലപ്പോൾ എന്തായിരിക്കാം, ഒരു റെക്ടാങ്കുലർ പ്ലേറ്റ് ആയിരിക്കാം, അപ്പൊ അത് പ്ലെയിൻ വോളായി, കാർട്ടീഷ്യൻ കോർഡിനേറ്റ് ആയി, അല്ലെങ്കിൽ ഒരു സിലിണ്ടറിക്കൽ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു സ്പെറിക്കൽ ആയിരിക്കാം. ഇതിനൊക്കെ അനുസരിച്ച് നമുക്ക് എന്തുണ്ടാവും, ഇക്വേഷൻസ് ഒക്കെ, അതിന്റെ ഹീറ്റ് കണ്ടക്ഷന്റെ ഇക്വേഷൻസ് ഒക്കെ വേരി ചെയ്യുന്നുണ്ടാവും. അപ്പൊ അതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ നമുക്കറിയാം ജനറൽ ഹീറ്റ് കണ്ടക്ഷൻ ഇക്വേഷൻ എന്തായിരുന്നു ഫോർമുല, എന്തായിരുന്നു, ഹീറ്റ് കണ്ടക്റ്റഡ് ഇൻ ടു ദ എലമെന്റ്, ഹീറ്റ് കണ്ടക്റ്റഡ് ഇൻ ടു ദ എലമെന്റ് പ്ലസ് എന്തായിരുന്നു, ഹീറ്റ് കണ്ടക്റ്റഡ് ഇൻ ടു ദ എലമെന്റ് പ്ലസ് ഹീറ്റ് ജനറേറ്റഡ് ഇൻ ടു ദ എലമെന്റ്, heat generated into the element, that is equal to net heat accumulated into the element. Heat conducted into the element plus heat generated into the element, that is equal to എന്താണ്, heat accumulated അല്ലെങ്കിൽ stored in the element. അപ്പൊ അതാണ് നമ്മൾ ബേസിക് പഠിച്ചത്. ആ ഇക്വേഷനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്തൊക്കെ ഡിറൈവ് ചെയ്തത്, ജനറൽ ഹീറ്റ് കണ്ടക്ഷൻ ഇക്വേഷൻ ഫോർ കാർട്ടീഷ്യൻ കോർഡിനേറ്റ്, general heat conduction equation for cylindrical coordinate, general heat conduction equation for spherical coordinate. കമ്പൽസറി നിങ്ങൾക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അവിടെ നിന്ന് എന്തായാലും കിട്ടും. ദാറ്റ് ഈസ് ജനറൽ ഹീറ്റ് കണ്ടക്ഷൻ ഇക്വേഷൻ ഫോർ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അതാണ് ഉള്ളതിൽ കുറച്ചുകൂടി ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. അപ്പൊ അതുകൊണ്ട് അതിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂ നമുക്ക് അവിടെ കിട്ടും. നമുക്ക് നോക്കാം. ഇത് ഞാൻ ആക്ച്വലി ഇത് വിചാരിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ലൈക്ക് ഓഫ്ലൈൻ ക്ലാസ്സിൽ എടുക്കാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്, തുടങ്ങാം. നോക്കാം. ഇപ്പൊ നമുക്ക് സമയമുണ്ട് ഉള്ളതുകൊണ്ടാണ് ഞാൻ തുടങ്ങുന്നത്. നമുക്ക് നോക്കാം എന്താണ്, ഒന്നും കൂടെ പറയാം. അനലോഗി ബിറ്റ്വീൻ ഹീറ്റ് ട്രാൻസ്ഫർ ആൻഡ് ഇലക്ട്രിസിറ്റി. ഇത് പറയാനല്ല നമ്മളിവിടെ പോകുന്നത്. ദാറ്റ് ഈസ് ഹീറ്റ് ട്രാൻസ്ഫർ അല്ലെങ്കിൽ ഹീറ്റ് കണ്ടക്റ്റഡ് ഇൻ ടു ദ പ്ലെയിൻ വോൾ എന്നുള്ള കോൺസെപ്റ്റ് പറയാനാണ് പോകുന്നത്. ഹീറ്റ് കണ്ടക്റ്റഡ് ഇൻ ടു ദ പ്ലെയിൻ വോൾ. ഇപ്പോ നമ്മൾ കൺസിഡർ ചെയ്യുവാണ് ഇത് അതിനെ റിലേറ്റഡ് ടു എന്ത് തന്നെയാണ്, ഹീറ്റ് ട്രാൻസ്ഫർ ഇൻ ടു അനലോഗി തന്നെയാണ്. ഇപ്പൊ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരു പ്ലെയിൻ വോൾ ആണ്. ഇപ്പൊ നമ്മൾ കാണിച്ചത് ഒരു പ്ലെയിൻ വോൾ ആണ്. ഇതിലേക്ക് നമ്മൾ എന്ത് ചെയ്യുവാണ്, ഹീറ്റ് കണ്ടക്ട് ചെയ്യുവാണ്, ഹീറ്റ് ട്രാൻസ്ഫർ, ഹീറ്റ് കണ്ടക്ട് ചെയ്തു, ഹീറ്റ് കണ്ടക്ട് ചെയ്ത് ഒരു സൈഡില്. അപ്പൊ അവിടുത്തെ ടെമ്പറേച്ചർ സംതിങ് ഒരു വാല്യൂ നമുക്ക് അവിടെ കിട്ടി. അടുത്തത് ഹീറ്റ് കണ്ടക്റ്റഡ് ഇൻടു എന്താണ്, ആ ഒരു ഒബ്ജക്റ്റ്, ഒരു നമ്മൾ ഇവിടെ കാണിക്കുവാണെങ്കിൽ ഒരു പ്ലെയിൻ വോൾ ആണെങ്കിൽ ഒരു റെക്ടാങ്കുലർ എന്തെങ്കിലും പ്ലേറ്റ് ആയിരിക്കും. അപ്പൊ ആ പ്ലേറ്റ് അല്ലെങ്കിൽ ബ്രിക്ക് ആയിരിക്കാം, എന്തെങ്കിലും ആവാം, സംതിങ് ദാറ്റ്. അപ്പൊ അതിലൂടെ കണ്ടക്ട് ചെയ്തിട്ട് എന്ത് ചെയ്തു, അടുത്ത എൻഡിലോട്ട് പോയി. അപ്പൊ ഇവിടെ ഒരു ടെമ്പറേച്ചർ നമുക്ക് കിട്ടി, നമുക്ക് ഇവിടെ ഒരു ടെമ്പറേച്ചർ നമുക്ക് കിട്ടി. ഓക്കെ, ഇനി ഇതിന്റെ ഏരിയ ലെങ്ത് നമുക്കറിയാം, ഇതിന്റെ ഏരിയ നമുക്കറിയാം. ഇവിടെ നമുക്ക് ലെങ്ത് എത്രയാന്നുള്ളത് അറിയാം, ഏരിയ അറിയാം. അങ്ങനത്തെ ഒരു കേസ് വരുവാണെങ്കിൽ അവിടുത്തെ ഹീറ്റ് കണ്ടക്ഷൻ, ഹീറ്റ് എന്നുള്ളത് എങ്ങനെയാ കണ്ടുപിടിക്കാം, ഹീറ്റ് എന്നുള്ളത് ഹീറ്റ് എന്ന് വെച്ചാൽ ദാറ്റ് ഈസ് ക്യൂ ഈക്വൽ ടു എങ്ങനെ വരും, ദാറ്റ് ഈസ് ഈക്വൽ ടു എങ്ങനെ വരും, ഡെൽറ്റ ടി, എങ്ങനെ വരിക, ഡെൽറ്റ ടി ഡിവൈഡഡ് ബൈ ഇൻ ടേംസ് ഓഫ് നമ്മൾ എന്തിനാ പറയുന്നത്, ഹീറ്റ് ട്രാൻസ്ഫർ അനലോഗിയിലാണെങ്കിൽ നമ്മൾ എങ്ങനെ പറയും, ഡിവൈഡഡ് ബൈ ആർ ടി എച്ച്. എഴുതാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, റൈറ്റിംഗ് പാഡിലല്ല എഴുതണത് കേട്ടല്ലോ. ഡിവൈഡഡ് ബൈ എന്താണ്, ആർ ടി എച്ച്. ആർ ടി എച്ച് എന്ന് വെച്ചാൽ എന്താണ്, തെർമൽ റെസിസ്റ്റൻസ്. ഇവിടെ നമ്മൾ കൊടുത്തിട്ടുണ്ട് അല്ലെ, ഡെൽറ്റ ടി. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഇക്വേഷൻ, ബേസിക് ഇക്വേഷൻ എന്താണ് നോക്കിക്കഴിഞ്ഞാൽ കാണാം, that is equal to delta t, q equal to delta t divided by rth. ഈ rth എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മളൊരു പ്ലെയിൻ വോൾ ആയിട്ട് കൺസിഡർ ചെയ്യുന്ന rth എന്ന് വെച്ചാൽ എന്താണ്, l ഡിവൈഡഡ് ബൈ k ആണ്. ശ്രദ്ധിക്കുക, നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഒരു പ്ലെയിൻ വോൾ ആണെങ്കിൽ അവിടുത്തെ തെർമൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്, l ഡിവൈഡഡ് ബൈ k ആണ്. അവിടുത്തെ തെർമൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്, l ഡിവൈഡഡ് ബൈ k ആണ്. ശ്രദ്ധിക്കുക കേട്ടോ. അപ്പൊ ഇതാണ് ബേസിക് ഇക്വേഷൻ. നമുക്ക് എന്തെന്നുള്ളത്, ഹീറ്റ് ട്രാൻസ്ഫർ ത്രൂ എന്താണ്, പ്ലെയിൻ വോൾ. ഹീറ്റ് ട്രാൻസ്ഫർ ത്രൂ എന്താണ്, പ്ലെയിൻ വോൾ. നോക്കാം. അപ്പൊ ഇതിനെ ബേസ് ചെയ്താണ് നമ്മൾ പ്രോബ്ലംസ് ഒക്കെ 1 by 1 ആയിട്ട് ചെയ്യും. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എന്താ നമുക്ക് പറയുന്നത്, ദ ഇന്നർ സർഫസ് ഓഫ് എ പ്ലെയിൻ ബ്രിക്ക് വാൾ. ദ ഇന്നർ സർഫസ് ഓഫ്, ക്വസ്റ്റ്യൻ നോക്കി, ഇന്നർ സർഫസ് ഓഫ് എ
പ്ലെയിൻ ബ്രിക്ക് വാൾ. അപ്പൊ നമുക്ക് മനസ്സിലായി എന്താ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്, ഒരു പ്ലെയിൻ വാൾ ആണ് കൺസിഡർ ചെയ്യുന്നത്. ഈസ് അറ്റ് ഇന്നർ സർഫസ് ഉള്ള എത്രയാണ്, ഈസ് അറ്റ് എത്രയാണ് 60 ഡിഗ്രി. നോക്കാട്ടോ, ഇന്നർ സർഫസ് ഉള്ള എത്രയാണ് 60 ഡിഗ്രി. ഇന്നർ സർഫസ് എത്രയാണ് 60 ഡിഗ്രി. കണ്ടല്ലോ എല്ലാവരും, ഇന്നർ സർഫസ് ഓഫ് എ പ്ലെയിൻ വാൾ. ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക, ഇന്നർ സർഫസ് പ്ലെയിൻ വാൾ ആണ്, ഇന്നർ സർഫസ് ഓഫ് എ പ്ലെയിൻ ബ്രിക്ക് വാൾ. അപ്പൊ കൺസിഡർ ചെയ്യുന്നതാണ് ഹീറ്റ് ട്രാൻസ്ഫർ ത്രൂ പ്ലെയിൻ വാൾ ആണ്. ഈ സെറ്റ് എത്രയാണ് 60 ഡിഗ്രി, 60 ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ, ഇന്നർ സർഫസ് എത്രയാണ് 60 ഡിഗ്രിയാണ്. ഇനി എന്താ പറയുന്നത്, ഔട്ടർ സർഫസ് എത്രയാണ് 35 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഔട്ടർ സർഫസ് എത്രയാണ് 35 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇനി എന്താ പറയുന്നത് ക്വസ്റ്റ്യൻ എന്താ, അപ്പൊ രണ്ട് ക്വസ്റ്റ്യൻ നമ്മൾ നോക്കി. ഇതാണ് താഴെ നമ്മൾ ഒരു പ്ലെയിൻ വാൾ വരച്ചിരിക്കുന്നത്. ഇതൊരു പ്ലെയിൻ വാൾ ആണ്. ഇപ്പൊ ഇങ്ങനെ തന്നെ വരയ്ക്കണം കേട്ടോ, നിങ്ങൾ വരച്ച് കാണിക്കണം. ക്വസ്റ്റ്യനകത്ത് വളരെ വ്യക്തമായിട്ട് എങ്ങനെയാണ് എന്തൊക്കെ ഡയമെൻഷൻസ് നമ്മൾ വരച്ച് കാണിക്കണം. അപ്പൊ ഇതൊരു പ്ലെയിൻ വാൾ ആയിട്ടാണ് കാണിക്കുന്നത്, കണ്ടോ. ഇതൊരു പ്ലെയിൻ വാൾ ആണ്. അതിന്റെ ഒരു എൻഡ്, ഇവിടത്തെ ഒരു എൻഡ് 1 എൻഡ് അറ്റ് ദ ടെമ്പറേച്ചർ ഈക്വൽ ടു 60 ഡിഗ്രി സെൽഷ്യസ്. ടെമ്പറേച്ചർ ഈക്വൽ ടു എത്രയാണ് 60 ഡിഗ്രി സെൽഷ്യസ്. ഇനി അടുത്തൊരു എൻഡ് നോക്കിയപ്പോൾ അവിടുത്തെ ടെമ്പറേച്ചർ എത്രയാണ്, 35 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഒരു എൻഡിൽ 60 ഡിഗ്രി സെൽഷ്യസ് ആണ്. അത് കണ്ടക്ട് ചെയ്ത് അടുത്ത സൈഡിലോട്ട് പോയപ്പോൾ അവിടുത്തെ ടെമ്പറേച്ചർ എത്രയായി 35 ഡിഗ്രി സെൽഷ്യസ് ആയി. അപ്പൊ ഇതാണ് ക്വസ്റ്റ്യൻ. ഇനി എന്താ ക്വസ്റ്റ്യൻ അത് പറഞ്ഞിരിക്കുന്നത്, കാൽക്കുലേറ്റ് റേറ്റ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ. റേറ്റ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ. കാൽക്കുലേറ്റ് എന്താണ്, റേറ്റ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ പെർ മീറ്റർ സ്ക്വയർ. അപ്പൊ റേറ്റ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ Q ആണ്, അല്ലെങ്കിൽ ജസ്റ്റ് ഹീറ്റ് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ Q ആണ്. പെർ മീറ്റർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം, Q ഡിവൈഡഡ് ബൈ A ആണ്. ശ്രദ്ധിക്കുക, ഹീറ്റ് ട്രാൻസ്ഫർ പെർ മീറ്റർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം, ഹീറ്റ് ട്രാൻസ്ഫർ എന്നുള്ളത് Q ആണ്, പെർ മീറ്റർ സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്, Q ബൈ A ആണ്. ദാറ്റ് ഈസ് ഹീറ്റ് ഫ്ലക്സ് ആണ്. Q ബൈ A എന്ന് വെച്ചാൽ എന്താണ്, ഹീറ്റ് ഫ്ലക്സ് ആണ്. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്, സർഫസ് ഏരിയ ഓഫ് ദ പ്ലെയിൻ വാൾ. സർഫസ് ഏരിയ ഓഫ് ദ വാൾ ഈസ് 220 mm തിക്ക്. അപ്പൊ ഇതാണ് നമ്മുടെ പ്ലെയിൻ വാള്. അതിന്റെ സർഫസ് ഏരിയ നമ്മൾ എന്തെടുത്തു 220 mm നമ്മളവിടെ റെപ്രസെന്റ് ചെയ്തു. ശ്രദ്ധിക്കുക കേട്ടോ, എന്താ കൊടുത്തിരിക്കുന്നത്, സർഫസ് ഏരിയ ഓഫ് പ്ലെയിൻ വാൾ ഈസ് 220 mm തിക്ക്. അപ്പൊ 220 mm നമ്മളവിടെ റെപ്രസെന്റ് ചെയ്തു. ഇനി ഞാൻ രണ്ട് കാര്യങ്ങൾ, നമ്മൾ ടെമ്പറേച്ചർ പറഞ്ഞു, രണ്ട് ടെമ്പറേച്ചർ നമ്മൾ പറഞ്ഞു, അതുപോലെ തന്നെ തിക്നെസ് നമ്മൾ പറഞ്ഞു. ഇനി ക്വസ്റ്റിനകത്ത് ഒരു കാര്യം നമുക്ക് തന്നിട്ടുണ്ട്. എന്താ തന്നിട്ടുള്ളത്, കെ ബ്രിക്ക്, ദാറ്റ് ഈസ് തെർമൽ കണ്ടക്ടിവിറ്റി ഓഫ് ബ്രിക്ക് ദാറ്റ് ഈസ് ഈക്വൽ ടു 0.51 വാട്ട് പെർ മീറ്റർ ഡിഗ്രി സെൽഷ്യസ്. എന്താണ്, തെർമൽ കണ്ടക്ടിവിറ്റി ഓഫ് എ ബ്രിക്ക് ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ് 0.51 വാട്ട് പെർ മീറ്റർ ഡിഗ്രി സെൽഷ്യസ്. അപ്പൊ ക്വസ്റ്റ്യൻ നമുക്ക് വളരെ വ്യക്തമായി. ക്വസ്റ്റ്യനിൽ സെൽഷ്യസ് ആണ് ഇരിക്കുന്നത്, കെൽവിൻ അല്ല. അപ്പൊ നമ്മള് ടെമ്പറേച്ചർ ഡിഗ്രി സെൽഷ്യസിലാണ് നമ്മൾ ചെയ്താൽ മതി. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം, ഹീറ്റ് ട്രാൻസ്ഫർ പെർ യൂണിറ്റ് ഏരിയ. അപ്പൊ നമുക്ക് ഏറ്റവും ആദ്യം തന്നെ, നിങ്ങൾ ഡാറ്റ ബുക്ക് എത്ര പേര് മേടിച്ചു? ഡാറ്റ ബുക്ക് മേടിക്കാത്തവർ മേടിക്കാം. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഡാറ്റ ബുക്കിൽ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻസ്, നമുക്ക് തന്നിട്ടില്ലെങ്കിൽ കിട്ടുന്ന ഇൻഫർമേഷൻസ് ഞാൻ പറഞ്ഞു പോകുന്നു. അപ്പൊ അത് നിങ്ങൾ നോക്കുക. ഡാറ്റ ബുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും പെട്ടെന്ന് കേട്ടോ. ഒന്ന് നമുക്ക് കെ ബ്രിക്ക്, തെർമൽ കണ്ടക്ടിവിറ്റി ഓഫ് ബ്രിക്ക് ക്വസ്റ്റ്യനകത്ത് തന്നിട്ടില്ല. തന്നിട്ടുള്ളത് ഒരു ബ്രിക്ക് ആണെന്ന് തന്നിട്ടുണ്ട്. തെർമൽ കണ്ടക്ടിവിറ്റിയുടെ നമുക്ക് എത്രയാണെന്ന് തന്നിട്ടില്ല. കെ ബ്രിക്ക് ഇവിടെ എഴുതിയിട്ടുള്ളത് കുറച്ച് മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ. തെർമൽ കണ്ടക്ടിവിറ്റി ഓഫ് ബ്രിക്ക്. അപ്പൊ ഇത് ശരിക്കും ലെങ്ത് ഓഫ് ബ്രിക്ക് ആണ്, തിക്നെസ് ഓഫ് ബ്രിക്ക് ആണ് ഇവിടെ എഴുതിയിട്ടുള്ളത്, അല്ലെങ്കിൽ ഏരിയ ഓഫ് ബ്രിക്ക് ആണ് ഇവിടെ ഡയമെൻഷൻ എഴുതിയിരിക്കുന്നത്. തെറ്റാണ്, ശ്രദ്ധിക്കുക കേട്ടോ. കെ ബ്രിക്ക് തന്നിട്ടില്ല എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഡാറ്റ ബുക്ക് എടുത്ത് തെർമൽ കണ്ടക്ടിവിറ്റി ഓഫ് ബ്രിക്ക് എന്നുള്ളത് 0.51 വാട്ട് പെർ മീറ്റർ ഡിഗ്രി സെൽഷ്യസ് എന്നുള്ളത് നമുക്ക് ഡാറ്റ ബുക്ക് എടുക്കാം. ഫസ്റ്റ് തിങ്. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ജനറൽ ഇക്വേഷൻ, നമുക്ക് പ്ലെയിൻ വാളിന്റെ ഇക്വേഷൻ ഡെൽറ്റ ടി ഡിവൈഡഡ് ബൈ ആർ ടി എച്ച് ആണെന്നുള്ളത് ഏതിനകത്തുണ്ട്, നമ്മുടെ ഡാറ്റ ബുക്കിനകത്തുണ്ട്. ഇനി പ്ലെയിൻ വാൾ കൺസിഡർ ചെയ്യുവാണെങ്കിൽ ആർ ടി എച്ച് ദാറ്റ് ഈസ് ഈക്വൽ ടു എൽ ഡിവൈഡഡ് ബൈ കെ എ ആണെന്നുള്ളത് നമുക്ക് ഏതിനകത്തുണ്ട്, ഡാറ്റ ബുക്കിനകത്തുണ്ട്. അപ്പൊ ഇതിന് വേണ്ടിയിട്ടാണ് ഡാറ്റ ബുക്ക് മേടിക്കാൻ പറയുന്നത്. ഈ ഡാറ്റ ബുക്ക് അടുത്ത ക്ലാസ്സുകളിൽ വരുമ്പോൾ കൊണ്ടുവന്നാൽ മാത്രമാണ് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ക്ലാസ് എടുക്കും, നിങ്ങൾക്ക് അത് മനസ്സിലാവാനായിട്ട് പാടായിരിക്കും. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ട കാര്യം എന്താ, റേറ്റ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ പെർ മീറ്റർ സ്ക്വയർ. അപ്പൊ എന്ന് പറഞ്ഞാൽ എന്താണ്, Q ബൈ A ആണ്.
നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഏരിയ ഓഫ് മീറ്റർ സ്ക്വയർ. നമുക്ക് തന്നിട്ടില്ല, ഏരിയ ശരിക്കും തന്നിട്ടില്ല. അവിടെ നമുക്ക് തന്നിട്ടുള്ളത് മീറ്റർ ആണ്, MMൽ അല്ലെങ്കിൽ അല്ല മീറ്ററിലാണോ തന്നിട്ടുള്ളത്? MMലാണ് നമുക്ക് തന്നിട്ടുള്ളത്. MMൽ തരുവാണെങ്കിൽ അത് എന്താണ്? തിക്നെസ് ആണ്. എന്താണ്? തിക്നെസ് ആണ് അവിടെ തന്നിട്ടുള്ളത്. തിക്നെസ് L ആണ് നമുക്ക് അവിടെ ക്വസ്റ്റ്യനകത്ത് ശരിക്കും തന്നിട്ടുള്ളത്. അവർ പറയുന്നത് ഏരിയ ആണെന്ന് പറഞ്ഞാൽ തിക്നെസ് L ആണ് തന്നിട്ടുള്ളത്. അതിന്റെ വാല്യൂ എത്രയാണ് നമുക്ക് തന്നിട്ടുള്ളത്? തിക്നെസ് 220 mm. എത്രയാന്നുള്ളത്? 220 mm. That is equal to എത്രയാണ്? 0.220 meter square. 0.220 meter square. അപ്പോ ഇതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റ് കണ്ടുപിടിക്കണം. ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റ് കണ്ടുപിടിക്കണം. നമ്മൾ തന്നു ക്വസ്റ്റ്യനകത്ത് ഏരിയ തന്നിട്ടില്ലെങ്കിൽ പെർ മീറ്റർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ let us consider as 1 meter square. So just rewrite as equation is rewrite as Q divided by A. നമുക്ക് കണ്ടുപിടിക്കുന്നത് Q divided by A ആണ്. Q divided by A that is equal to delta T divided by എന്താണ്? delta T divided by L divided by K. എങ്ങനെ എഴുതാൻ പറ്റുക? Q divided by, എനിക്ക് റൈറ്റിംഗ് ബോർഡിൽ അതുകൊണ്ട് കുറച്ച് പാടുണ്ട് കേട്ടോ എഴുതാനായിട്ട്. ഓക്കെ, Q divided by A that is equal to Q ആണ് കേട്ടോ അത്. That is equal to delta T. രണ്ട് തരത്തിൽ എഴുതാം. delta T into K divided by L എന്ന് എഴുതാം, അല്ലെങ്കിൽ ജനറൽ പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് എഴുതാൻ പറ്റുന്നത് എന്താ? delta T whole divided by എന്താണ്? L divided by എന്താണ്? K. നിങ്ങൾ നോട്ട് ഒപ്പം എഴുതി പോവാട്ടോ. ഓക്കെ, എന്നാലാണ് കാര്യമുള്ളൂ, അല്ലാണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. വെറുതെ കണ്ടുപോയിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. നോക്കാം. ഡെൽറ്റ ടി എന്ന് വെച്ചാൽ എത്രയാ? ടെമ്പറേച്ചർ ആണ്. എത്രയ്ക്കാന്നുള്ളത്? 60 - 35. 60 - 35. ഓക്കെ ആണല്ലോ. ഇനി തന്നിട്ടുള്ള എന്താ? നമുക്കറിയാം, ഇത് തന്നിട്ടുണ്ട്. ഏതാ തന്നിട്ടുള്ളത്? L/K. L/K എന്ന് വെച്ചാൽ എന്താണ്? L എത്രയാ? 0.22 ആണ്. അപ്പൊ ഇവിടെ നമുക്ക് എഴുതാം. എത്ര എഴുതേണ്ടത്? 60 - 35 ഹോൾ ഡിവൈഡഡ് ബൈ എത്രയാണ്? 0.22 ഡിവൈഡഡ് ബൈ 0.51. അല്ലെങ്കിൽ നമ്മൾ അതിനൊന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ വരും? K മുകളിലേക്കും L താഴെ വരും, ഇൻറ്റു ഡെൽറ്റ ടി വരും. അങ്ങനെയാണ് ഇവിടെ റെപ്രസെന്റ് ചെയ്തിട്ടുള്ളത്. ദാറ്റ് ഈസ് ഈക്വൽ ടു എങ്ങനെ വരും? 0.51 ഡിവൈഡഡ് ബൈ 0.22 ഇൻറ്റു 60 - 35. ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര വന്നു? നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് എടുത്തൊന്ന് ചെയ്ത് നോക്കിയേ, എത്ര കിട്ടുന്നതെന്ന് നോക്കി എല്ലാവരും. ദാറ്റ് ഈസ് അറൌണ്ട്, നിങ്ങൾക്ക് ചെയ്തു വരുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ് 57.95 വാട്ട് പെർ മീറ്റർ സ്ക്വയർ. 57.95 വാട്ട് പെർ മീറ്റർ സ്ക്വയർ. അപ്പൊ അതെങ്കിൽ നമ്മൾ കിട്ടുന്നത് എങ്ങനെയാന്ന് നോക്കാം. നമുക്കറിയാം, നമുക്ക് നോക്കാം. എന്താണ് നമുക്ക് തന്നിട്ടുണ്ട്? ഒരു കാര്യം തന്നിട്ടുണ്ട്, ലെങ്ത് തന്നിട്ടുണ്ട്. ലെങ്ത് തന്നിട്ടുള്ളത് എന്താണ്? മീറ്റർ ആണ്. അതുപോലെ തന്നെ നമുക്ക് അതവിടെ നിൽക്കട്ടെ, തെർമൽ കണ്ടക്ടിവിറ്റി വന്നിട്ടുണ്ട്, K ആണ്. തെർമൽ കണ്ടക്ടിവിറ്റി വന്നിട്ടുണ്ട്, അതെന്താണ്? വാട്ട് പെർ മീറ്റർ ഡിഗ്രി സെൽഷ്യസ് ആണ്. വാട്ട് പെർ മീറ്റർ ഡിഗ്രി സെൽഷ്യസ് ആണ്. ഓക്കെ, അപ്പൊ അതിനൊന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ, മീറ്റർ ഡിഗ്രി സെൽഷ്യസ് നമ്മളൊന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് എന്തായിട്ട് മാറും? റീഅറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏതൊക്കെയാണോ ഉള്ളത് ക്യാൻസൽ ചെയ്യേണ്ടത് ക്യാൻസൽ ചെയ്യുക. ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി എന്തായിരിക്കും? വാട്ട് പെർ മീറ്റർ സ്ക്വയർ ആയിരിക്കും വരുന്നുണ്ടാവും. ഒന്ന് നിങ്ങൾ നോക്കിയാൽ മതി കേട്ടോ. അപ്പൊ Q/A എനിക്ക് എഴുതാനായിട്ട് കുറച്ച് പ്രശ്നം ഉള്ളതുകൊണ്ടാണ്, റൈറ്റിംഗ് ബോർഡ് ഇല്ലാത്തതുകൊണ്ടാണ് കുറച്ച് പ്രശ്നം. നമുക്ക് അടുത്ത ദിവസം 15-ാം തീയതി മുതൽ നമുക്ക് ഉള്ളത് ക്ലാസ്സുകൾ നമുക്ക് റൈറ്റിംഗ് ബോർഡ് യൂസ് ചെയ്യാം കേട്ടോ. ഓക്കെ, ഇപ്പൊ ജസ്റ്റ് യു ഹാവ് ടു നോട്ട് ഇറ്റ് ഡൗൺ. ദാറ്റ് ഈസ് Q/A ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ്? 57.95 വാട്ട് പെർ മീറ്റർ സ്ക്വയർ. എന്ന് പറഞ്ഞാൽ യൂണിറ്റ് വരുന്നത് വളരെ ശ്രദ്ധിക്കാം. നമുക്ക് യൂണിറ്റ് Q എന്ന് പറഞ്ഞാൽ ജൂൾ അല്ലെങ്കിൽ വാട്ട് ആവാം. വാട്ട് പെർ മീറ്റർ സ്ക്വയർ എന്ന് പറയാൻ കാരണം എന്താ? A ആണ് യൂണിറ്റ് ഏരിയ. അത്രയും മനസ്സിലാക്കിയാൽ മതി. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? വാട്ട് പെർ മീറ്റർ സ്ക്വയർ. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലോട്ട് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 2. കൺസിഡർ, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് ഇപ്പൊ നമ്മൾ ചെയ്ത്. അതുപോലത്തെ ക്വസ്റ്റ്യൻ ചെയ്തിട്ടാണ് അടുത്തേക്ക് നമ്മൾ കുറച്ചുകൂടി ടഫ് ആയിട്ടിലേക്ക് വരിക കേട്ടോ. കൺസിഡർ ദ സ്ലാബ് ഓഫ് തിക്നെസ്. കൺസിഡർ ദ സ്ലാബ് ഓഫ് തിക്നെസ് 0.25 മീറ്റർ. അപ്പൊ തിക്നെസ് ഓഫ് സ്ലാബ് എത്രയാണ്? 0.25 മീറ്റർ ആണ്. അപ്പൊ അത് കിട്ടി. വൺ സർഫസ് ഈസ് കെപ്റ്റ് അറ്റ് 100 ഡിഗ്രി സെൽഷ്യസ്. എന്താ പറയുന്നത്? ഒരു സർഫസ് എന്താണ്? 100 ഡിഗ്രി. അപ്പൊ ഇതാണ് നമ്മുടെ ഒരു പ്ലെയിൻ വാള് നമ്മൾ കാണുന്നത്. ഇതാണ് നമ്മുടെ ഒരു പ്ലെയിൻ വാള് നമ്മൾ കാണുന്നത്. കണ്ടല്ലോ, പ്ലെയിൻ വാള് കണ്ടല്ലോ. അതിന്റെ ഒരു സൈഡ് എത്രയാണ്? 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഒരു സൈഡ് എത്രയാണ്? 100 ഡിഗ്രി സെൽഷ്യസ്. 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഓക്കെ, ഒരു സൈഡ് 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? ആൻഡ് അതർ സർഫസ് ഈസ് അറ്റ് 0 ഡിഗ്രി സെൽഷ്യസ്.
ആൻഡ് അതർ സർഫസ്, അടുത്ത സർഫസ് എത്രയാണ്? 0 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഒരു സർഫസ് 100 ഡിഗ്രി സെൽഷ്യസ് ആണ്, അടുത്ത സർഫസ് എത്രയാണ്? 0 ഡിഗ്രി സെൽഷ്യസ് ആണ്. നമുക്ക് തന്നിട്ടുണ്ട് തിക്നെസ് എത്രയാണെന്നുള്ളത് 0.25 മീറ്ററോടെ നമ്മൾ റെപ്രസെന്റ് ചെയ്തു. ഇനി ക്വസ്റ്റ്യൻ എന്താ കാണാൻ പറഞ്ഞിരിക്കുന്നത്? എന്താ? ഡിറ്റർമൈൻ ദ ഹീറ്റ് ഫ്ലക്സ് അക്രോസ്, ഡിറ്റർമൈൻ ദ ഹീറ്റ് ഫ്ലക്സ് അക്രോസ് ദ സ്ലാബ് ഈസ് മെയ്ഡ് ഫ്രം പ്യുവർ കോപ്പർ. എന്താ പറയുന്നത്? ഹീറ്റ് ഫ്ലക്സ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. എങ്ങനെ കണ്ടുപിടിക്കാൻ പറഞ്ഞത്? ക്രോസ് ദ സ്ലാബ് ഈസ് മെയ്ഡ് ഫ്രം ഏതാണ്? പ്യുവർ കോപ്പർ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതാണ് ക്വസ്റ്റ്യനകത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്കറിയാം ടെമ്പറേച്ചർ T1 നമ്മൾ ഓൾറെഡി, ടെമ്പറേച്ചർ T1 100 ഡിഗ്രി സെൽഷ്യസ് നമ്മൾ ഓൾറെഡി നോക്കി. ടെമ്പറേച്ചർ T2 0 ഡിഗ്രി സെൽഷ്യസ് ഓൾറെഡി നമ്മളിവിടെ റെപ്രസെന്റ് ചെയ്തു. തിക്നെസ് L ഈക്വൽ ടു 0.25 മീറ്റർ റെപ്രസെന്റ് ചെയ്തു. ഇനി എന്താ കണ്ടുപിടിക്കുന്നത്? ഹീറ്റ് ഫ്ലക്സ് ആണ്. ഹീറ്റ് ഫ്ലക്സ് ആണ് ജനറൽ ഇക്വേഷൻ എന്താ? Q/A ആണ്. Q അല്ല കേട്ടോ, തെറ്റിക്കരുത്. ഹീറ്റ് ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? Q/A ആണ്. ഓക്കെ. ഇനി ക്വസ്റ്റ്യനകത്ത് തന്നിട്ടില്ല, തെർമൽ കണ്ടക്ടിവിറ്റി തന്നിട്ടില്ലെങ്കിൽ യു ക്യാൻ ടേക്ക് ഇറ്റ് ഫ്രം ഡാറ്റ ബുക്ക്, HMT ഡാറ്റ ബുക്ക്, ദാറ്റ് ഈസ് ബൈ CP കോതന്തര. ഓക്കെ. അപ്പൊ തെർമൽ കണ്ടക്ടിവിറ്റി ഓഫ് കോപ്പർ, പ്യുവർ കോപ്പർ എത്ര വരുന്നത്? നിങ്ങൾ ഡാറ്റ ബുക്ക് നോക്കി കഴിഞ്ഞാൽ ഇപ്പൊ തന്നിട്ടുണ്ട്, നോക്കി കഴിഞ്ഞാൽ നമുക്കറിയാം 387.6 വാട്ട് പെർ മീറ്റർ കെൽവിൻ. എത്ര വരുന്നത്? 387.6 വാട്ട് പെർ മീറ്റർ കെൽവിൻ. അപ്പൊ ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ട കാര്യം എന്താ ഉള്ളത്? കണ്ടുപിടിക്കേണ്ടത് എന്താ? Q ആണ്. Q ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? Q ഈക്വൽ ടു ഡെൽറ്റ ടി ഡിവൈഡഡ് ബൈ RTH. Q ഈക്വൽ ടു എന്താണ്? ഡെൽറ്റ ടി ഡിവൈഡഡ് ബൈ RTH. RTH ഈക്വൽ ടു നമുക്ക് വേണമെങ്കിൽ L/K എന്ന് പറയാം. Q/A ആണെങ്കിൽ L/K എന്ന് പറയാം. നോക്കാം, നമ്മൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നോക്കാം. താഴേക്ക് വന്നേ, നമ്മൾ നോക്കി കഴിഞ്ഞാൽ Q/A that is rate of heat transfer or heat flux, Q/A that is equal to എന്താണ്? ഡെൽറ്റ ടി ഡിവൈഡഡ് ബൈ എന്താണ്? L ഡിവൈഡഡ് ബൈ K. ഡെൽറ്റ ടി ഡിവൈഡഡ് ബൈ എന്താണ്? L ഡിവൈഡഡ് ബൈ K. നമുക്കറിയാം ഡെൽറ്റ ടി എന്ന് വെച്ചാൽ എത്ര ടെമ്പറേച്ചർ വന്നിട്ടുള്ളത്? 100 ഡിഗ്രി മൈനസ് ഒരു സർഫസ്, ഒരു എൻഡിലെ 100 ഡിഗ്രി ആണ്, അടുത്ത എൻഡിലെ 0 ആണ്. അപ്പൊ എന്ത് വന്നു? 100 മൈനസ് 0 ഡിവൈഡഡ് ബൈ എത്രയാ വന്നിട്ടുള്ളത്? L തന്നിട്ടുണ്ട് എത്രയാ? 0.25 എന്ന് ഡയറക്റ്റ് വന്നിട്ടുണ്ട്. 0.25 ഡിവൈഡഡ് ബൈ K എത്രയാണ്? 387.6. K എത്രയാണ്? 387.6. നമ്മൾ അതിനൊന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ എത്ര കിട്ടും? അപ്രോക്സിമേറ്റ്ലി Q/A ഹീറ്റ് ഫ്ലക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ്? 1.55 ഇൻറ്റു 10⁵ വാട്ട് പെർ മീറ്റർ സ്ക്വയർ. എത്ര വരുന്നത്? 1.55 ഇൻറ്റു 10⁵ വാട്ട് പെർ മീറ്റർ സ്ക്വയർ. അപ്പൊ വളരെ ശ്രദ്ധിക്കുക. ഇഫ് ഏരിയ, ക്വസ്റ്റ്യനകത്ത് ഇഫ് ഏരിയ ഇസ് നോട്ട് ഗിവൺ, നമുക്ക് കണ്ടുപിടിക്കുന്നത് ഹീറ്റ് ഫ്ലക്സ് ആണെങ്കിൽ ലെറ്റ് us കൺസിഡർ ഇറ്റ് ആസ് ദ ഏരിയ ഈസ് യൂണിറ്റി, ദാറ്റ് ഈസ് 1 മീറ്റർ സ്ക്വയർ. മനസ്സിലായല്ലോ? കോൺസെപ്റ്റ് മനസ്സിലായല്ലോ? ഇതാണ് പ്ലെയിൻ വാൾ എന്നുള്ള ബേസിക് ക്വസ്റ്റ്യൻ നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്, ഹീറ്റ് കണ്ടക്ഷൻ ത്രൂ പ്ലെയിൻ വാൾ. ഇത് എല്ലാവരും നല്ല രീതിയിൽ നോക്കുക. നോക്കിയിട്ട് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പറയുക. അപ്പൊ അതിനനുസരിച്ച് നമുക്ക് നോക്കാം കേട്ടോ. ഓക്കെ.